പ്രിയപ്പെട്ടവരെ, ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6th സെമ്മിൻ്റെ കോർ പേപ്പറിൻ്റെ അതർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂ ആക്ടേഴ്സിൽ ബ്രിക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി പറയുകയുണ്ടായി. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗമാണ് G20, ഗ്രൂപ്പ് ഓഫ് 20 എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. G20 എന്താണ്? G20 എന്നാണ് നമ്മൾ നോക്കുന്നത്. 19 വ്യക്തിഗത രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഫോറമാണ് ഗ്രൂപ്പ് 20 G20 എന്ന് പറയുന്നത്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് ഗ്രൂപ്പ് ഓഫ് 20 G20 എന്ന് പറയുന്നത്. ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി വികസിതവും വളർന്നു വരുന്നതുമായ വലിയ സമ്പദ് വ്യവസ്ഥകൾ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നതിനും 1990കളുടെ അവസാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിനുമായിട്ട് 1999 സ്ഥാപിച്ച രാഷ്ട്രങ്ങളുടെ ഒരു സംവിധാനമാണ് G20 എന്ന് പറയുന്നത്. ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി വികസിതവും വളർന്നു വരുന്നതുമായ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നതിന് 1990കളുടെ അവസാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിനുമായിട്ട് 1999 G20 സ്ഥാപിതമായത്. അതിൽ അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണ കൊറിയ, അതേപോലെ സൗത്ത് കൊറിയ, തുർക്കി, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്, യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് G20 അംഗങ്ങൾ. സ്പെയിന് ഇതിൻ്റെ അംഗമല്ലെങ്കിലും അതിൻ്റെ ക്ഷണിതാവാണ്. ഇത്രയുമാണ് G20യിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി G20യുടെ പ്രവർത്തനം ആണ് നമ്മൾ നോക്കുന്നത്. G20യുടെ പ്രവർത്തനം 2 ട്രാക്കുകളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിനാൻസ് ട്രാക്കും മറ്റൊന്ന് ഷെർപ്പ ട്രാക്കുമാണ്. ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത് സാമ്പത്തികമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര സാമ്പത്തിക വസ്തുവിദ്യ, പണനയങ്ങൾ, ധനനയങ്ങൾ, നിയന്ത്രണ ചട്ടക്കൂടുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സാമ്പത്തിക വിഷയങ്ങളിലെ കാര്യങ്ങളാണ് ഈ ട്രാക്കിൽ ചർച്ച ചെയ്യുന്നത്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും ഫിനാൻസ് ട്രാക്ക് വിഷയത്തിൽ പലതവണ യോഗം ചേർന്നു. അങ്ങനെ G20യുടെ ധനമന്ത്രിമാരും എല്ലാ രാജ്യത്തെ ധനമന്ത്രിമാരും അതേപോലെ ആ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഗവർണർമാരുമാണ് ഈ ഫിനാൻസ് ട്രാക്കിൽ ഉണ്ടാവുന്നത്. അവർ പലതവണയായിട്ട്, ഒരു വർഷത്തിൽ പലതവണയായിട്ട് യോഗം ചേരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരാണ് ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. മറ്റൊന്ന് ഷെർപ്പ ട്രാക്കാണ്. സുസ്ഥിര വികസനം, വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം, ഊർജം തുടങ്ങിയ വിശാലമായ വിഷയങ്ങളിൽ ഷെർപ്പ ട്രാക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. G20 അംഗരാജ്യങ്ങളിലെ ഐക്യം നിലനിർത്തുന്നതും ഏകോപിപ്പിക്കുന്നതും ഇവരാണ്. G20 അംഗരാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് കളമൊരുക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ ഷെർപ്പ ട്രാക്ക് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു ട്രാക്കാണ് ഷെർപ്പ ട്രാക്ക്. അപ്പോൾ 2 ട്രാക്കാണുള്ളത്. ഒന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫിനാൻസ് ട്രാക്കും മറ്റൊന്ന് മൊത്തത്തിലുള്ള ഒരു പൊതു കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ നയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഷെർപ്പ ട്രാക്കുമാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ അതേപോലെ ഫങ്ഷൻ. കാലക്രമേണ പ്രാദേശിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്ന ഒരു സമ്പ്രദായം അനുസരിച്ച് G20 പ്രസിഡൻഷ്യൽ വർഷം തോറും കറങ്ങുകയാണ്. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് 19 രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനെയും 5 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം ഓരോ ഗ്രൂപ്പിനും ഇടയിൽ ഇങ്ങനെ കറങ്ങും, ഗ്രൂപ്പിന് ഇടയിലും കറങ്ങും. അപ്പോൾ എല്ലാ വർഷവും G20 മറ്റൊരു ഗ്രൂപ്പിൽ നിന്നൊരു രാജ്യത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. റഷ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 2ലാണ് ഇന്ത്യ ഉള്ളത്.
G20 സ്ഥിരം സെക്രട്ടേറിയറ്റോ ആസ്ഥാനമോ ഇല്ല. പകരം മറ്റംഗങ്ങളുമായി കൂടിയാലോചിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ സംഭവവികാസങ്ങളോടുള്ള പ്രതികരണമായിട്ട് G20 അജണ്ട ഒരുമിച്ച് കൊണ്ടുവരാൻ G20 പ്രസിഡൻറ്റിനാണ് ഉത്തരവാദിത്തമുള്ളത്. എല്ലാ വർഷവും ഒരു പുതിയ രാജ്യം പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പേ വർഷത്തിൽ പ്രസിഡൻ്റായ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും മുമ്പേ വർഷത്തെ പ്രസിഡൻ്റായ ആൾ ഏത് രാജ്യത്തിൻ്റെതാണോ അംഗമാണോ അതിൽ പ്രസിഡൻ്റ് ആവുന്നത്. അതേപോലെ അടുത്ത പ്രസിഡൻറ്റ് ആരാണോ ആവേണ്ടത് അയാളും ഉണ്ടാവും. അങ്ങനെ അവർ ചേർന്നുകൊണ്ട് ഒരു സംവിധാനമാണ് ട്രോയിക്ക. അപ്പോൾ ഈ ട്രോയിക്കയാണ് ഈ ഗ്രൂപ്പിൻ്റെ അജണ്ടകൾ എല്ലാം തീരുമാനിക്കുന്നത്. അതല്ലാതെ ഒരു സ്ഥിരം സംവിധാനം, സെക്രട്ടേറിയറ്റ് സംവിധാനമൊന്നും ഇതിനില്ല. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ വളരെ മനസ്സിലാക്കേണ്ടതാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ വർഷവും അതിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു. ആ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുക്കുന്നത് രാജ്യങ്ങളുടെ ഈ കറക്കത്തിനനുസരിച്ചാണ്. അല്ലാതെ ഒരു വർഷം ഒരു രാജ്യമാണെന്ന് വിചാരിച്ചാൽ ആ രാജ്യം തന്നെ എല്ലാ വർഷവും ഉണ്ടാകുന്നത്. ഇങ്ങനെ മാറി വരും. അങ്ങനെ പ്രസിഡൻ്റ് ഓഫീസ് എന്ന് പറയുന്നത് വർഷം തോറും ഇങ്ങനെ കറങ്ങും, രാജ്യങ്ങൾക്കിടയിൽ കറങ്ങും. എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ 20 രാജ്യങ്ങളെയും ഒരു രാജ്യം അങ്ങനെയല്ല കറങ്ങുന്നത്. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ രാജ്യങ്ങളെ ആദ്യം എന്ത് ചെയ്യുന്നു, 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ 5 ഗ്രൂപ്പിൽ ഒരാളെ ഏതെങ്കിലും ഒരു ടീമിനായിരിക്കും ആ വർഷം പ്രസിഡൻ്റ് ആക്കുന്നത്. ഇപ്പോൾ ഈ വർഷം ഗ്രൂപ്പ് 1 ഒരു ഒരു പ്രതിനിധിയാണ് അവർ പ്രസിഡൻ്റായി തീരുമാനിക്കുന്നതെങ്കിൽ അടുത്ത വർഷം ഗ്രൂപ്പ് 2 ഒരു രാജ്യത്തെയാണ് പ്രസിഡൻ്റാക്കാൻ തീരുമാനിക്കുക. പക്ഷേ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ 2 സ്ഥലത്ത് റൊട്ടേഷൻ ഉണ്ട്. ഗ്രൂപ്പുകൾ മൊത്തത്തിലുള്ള റൊട്ടേഷനും അത് ഗ്രൂപ്പിനകത്തുള്ള റൊട്ടേഷൻ, അങ്ങനെയാണിത് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ്. അപ്പോൾ ഈ പ്രസിഡൻറ്റ്, G20 പ്രസിഡൻറ്റ്, അതേപോലെ ഈ വർഷത്തെ പ്രസിഡൻറ്റും കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻറ്റും അടുത്ത വർഷം പ്രസിഡൻ്റ് ആവാനുള്ള ആളും ചേർന്ന ഒരു സംവിധാനമാണ്. അതാണ് ട്രോയിക്ക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ G20 ട്രോയിക്ക പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടത്, ട്രോയിക്ക എന്നത് G20 തുടർച്ചയായ 3 പ്രസിഡൻസികളെ സൂചിപ്പിക്കുന്നതാണ്. അതിന് നിലവിലെ പ്രസിഡൻറ്റ്, മുൻ പ്രസിഡൻറ്റ്, അടുത്ത പ്രസിഡൻറ്റ് ആരാണോ അവരും ചേർന്നൊരു സംവിധാനത്താണ്. ഇവർ 3 ആളും കൂടി ചേർന്നാണ് ട്രോയിക്ക എന്ന് പറയുന്നത്. ഈ ആശയം G20 അജണ്ടയിലും മുൻഗണനകളിലും തുടർച്ചയും ഏകോപനവും ഉറപ്പാക്കുന്നു. ഓരോ പ്രസിഡൻസിയും 1 വർഷം നീണ്ടു നിൽക്കും. വ്യത്യസ്ത പ്രസിഡൻസികളിലുടനീളമുള്ള G20 പ്രവർത്തനങ്ങളിൽ സ്ഥിരതയും യോജിപ്പും നിലനിർത്താൻ ട്രോയിക്ക സംവിധാനം സഹായിക്കുന്നു. ഇനി G20 കോർപ്പറേഷനാണ്, സഹകരണമാണ് നമ്മൾ നോക്കുന്നത്. സഹകരണമാണ് നോക്കുന്നത്. ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളുടെ വിശാലമായ അജണ്ട പരിഹരിക്കുന്നതിന് G20 വിവിധ അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് സഹകരിക്കുന്നു. ഈ സംഘടനകളിൽ ഉൾപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ വിശാലമായ ചർച്ച ചെയ്യുന്നതിന് G20 വിവിധ അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് സഹകരിക്കുന്നു. അത് ഏതൊക്കെ സംഘടനയാണെന്നാണ്. ഒന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, മറ്റൊന്ന് IMF, മറ്റൊന്ന് സാമ്പത്തിക സഹകരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള സംഘടനയായ OECD, അതേപോലെ ഐക്യരാഷ്ട്രസഭ, ലോകബാങ്ക്, WTO ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് G20 വളരെയധികം സഹകരിക്കുന്നു. കൂടാതെ വിവിധ വിഭാഗങ്ങളുമായും സഹകരണം വളർത്താൻ G20 രാജ്യങ്ങളിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് സഹകരണം വളർത്തിയെടുക്കാൻ വിവിധ വിഭാഗങ്ങളുടെ ഗ്രൂപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് 20 ഉണ്ട്, അതേപോലെ സിവിൽ സൊസൈറ്റി 20 ഉണ്ട്, ലേബർ 20 ഉണ്ട്, തിങ്ക് ടാങ്ക് 20 ഉണ്ട്, യൂത്ത് 20 ഉണ്ട്. ഇങ്ങനെയാണ് G20 വിവിധ ഗ്രൂപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വിവിധ ഈ രാജ്യങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളുമായിട്ടുള്ള സഹകരണവും വളർത്തിയെടുക്കുന്നതിന് ഇങ്ങനെ ഈ ഗ്രൂപ്പ് സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സഹകരണത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. ഇനി അച്ചീവ്മെൻറ്റ് ഓഫ് G20 നേട്ടങ്ങളാണ് ഇനി പറയുന്നത്. G20 നേട്ടങ്ങൾ ഇനി പറയുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അച്ചീവ്മെൻറ്റ്സ്, ഒന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്. 20 അംഗങ്ങൾ മാത്രമുള്ള G20 പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും പുതിയ വെല്ലുവിളികളുമായിട്ട് പൊരുത്തപ്പെടാനും പര്യാപ്തമാണ്. അത് വളരെ ഫ്ലെക്സിബിളായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതിന് വലിയ ഒരു സാങ്കേതിക പ്രശ്നങ്ങളില്ല എന്നത് ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റാണ്.
മറ്റൊന്ന്, ഇതിന് ഇൻക്ലൂസീവ്നെസ് ഉണ്ട്. എല്ലാ വർഷവും നടക്കുന്ന മീറ്റിങ്ങുകൾ ആഗോള വെല്ലുവിളികളെ വിലയിരുത്തുകയും അവ പരിഹരിക്കുന്നതിനും സമവായം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ വിശാലവും കൂടുതൽ സമഗ്രവുമായ കാഴ്ചപ്പാട് G20ക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് അതിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അച്ചീവ്മെൻ്റായിട്ട് പറയുന്നത്. മറ്റൊന്ന്, കോർഡിനേറ്റഡ് പ്രവർത്തനമാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക നിയന്ത്രണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലും രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം പ്രോത്സാഹിപ്പിക്കുന്നതിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ബഹുമുഖ വികസന ബാങ്കിൽ നിന്നുള്ള വായ്പ വർദ്ധിപ്പിക്കുന്നതിലും G20 നിർണായകമായി പങ്കുവഹിച്ചു. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും ഗണ്യമായ സംഭാവന നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര നികുതി, വ്യാപാരം സുഗമമാക്കൽ തുടങ്ങിയ മേഖലകളിൽ G20 കോർഡിനേറ്റ് പ്രവർത്തനം നടത്തുന്നു. അങ്ങനെ അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനത്തിൽ വലിയധികം ഏകോപനം ഉണ്ടാക്കുന്നതിനും പ്രോത്സാഹനം ഉണ്ടാക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്തുള്ള പ്രവർത്തനവും ഇവർ നടത്തുന്നു. അതുപോലെ മികച്ച ആശയവിനിമയം ഇവർക്കുണ്ട്. ലോകത്തിലെ മുൻനിര വികസ്വര രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക വഴി G20 അർത്ഥവത്തായ ചർച്ചകൾ, സമവായം ഉണ്ടാക്കൽ, തീരുമാനമെടുക്കൽ പ്രക്രിയകൾ സുഗമമാക്കൽ എന്നിവ ഉണ്ടാകുന്നു. അങ്ങനെ മികച്ച ഒരു ആശയവിനിമയം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു. ഈ നേട്ടങ്ങൾ സങ്കീർണമായ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും അംഗരാജ്യങ്ങളും മറ്റു പങ്കാളികളും തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും G20യുടെ ഫലപ്രാപ്തി ഉയർത്തിക്കാട്ടുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഈ G20 നേരിടുന്ന വെല്ലുവിളികളാണ്. ഒന്ന്, അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തത്, എൻഫോഴ്സ്മെൻറ്റിനുള്ള മെക്കാനിസം ഇല്ല. G20യുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ഒരു ഔപചാരിക നിർവഹണ സംവിധാനമില്ല. അതെല്ലാവരും ഇങ്ങനെ നടപ്പാക്കുക, തീരുമാനം അംഗീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അംഗീകരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നടപ്പാക്കാനുള്ള ഒരു എൻഫോഴ്സിങ് മെക്കാനിസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവർ തീരുമാനിച്ചു പോയി പിറ്റേ ദിവസം തന്നെ ആ തീരുമാനത്തെ നേരെ വിപരീതമായിട്ട് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റുമെന്നല്ലാതെ അങ്ങനെ ചെയ്യാവൂ എന്ന് നിർബന്ധിച്ചൊന്നും അതിൽ കൊണ്ടുവരാനൊന്നും കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം, നിർബന്ധമായി നടപ്പാക്കേണ്ട ഒരു സംവിധാനമൊന്നും പ്രവർത്തിക്കുന്നില്ല. മറ്റൊന്ന്, നിയമപരമായി ബന്ധിതമല്ല എന്നുള്ളതാണ്. ലീഗലി ബൈൻഡല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വെല്ലുവിളി. G20യിലെ തീരുമാനങ്ങൾ ചർച്ചകളുടെയും സമവായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രഖ്യാപനങ്ങളുടെയും കരാറുകളുടെയും രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. അവ നടപ്പാക്കാൻ അംഗങ്ങൾക്ക് നിയമപരമായി ബാധ്യതയില്ല. ഒരു രാജ്യം അവിടെ ഈ G20യുടെ തീരുമാനം അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ നടപ്പാക്കുന്നില്ല എന്ന് വിചാരിച്ച് അവരെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് G20യുടെ പ്രവർത്തനത്തെ നിർബന്ധമാക്കുന്നതിനോ അനുസരിക്കാത്തതിനോ നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതും G20യുടെ പ്രവർത്തനം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ഈ രണ്ട് വെല്ലുവിളിയാണ് പ്രധാനമായിട്ടും G20 നേരിടുന്നത്. ഇത്രയാണ് G20യുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ആഗോള രംഗത്തെ വളരെ പ്രധാനപ്പെട്ട വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യങ്ങൾ, അതേപോലെ വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളും, അതേപോലെ വലിയ ജനസംഖ്യ നിലനിൽക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളൊക്കെ ചേർന്നുള്ളതാണ് G20 എന്ന് പറയുന്നത്. ഇത് ഒരു നോൺ സ്റ്റേറ്റ് ആക്ടിംഗ് സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. നമ്മൾ നേരത്തെ ബ്രിക്സ് പറഞ്ഞ പോലെ തന്നെയാണ് G20യും വളരെ വിപുലമായ സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ.